Good morning. Good morning. Okay. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്രഡിറ്റേഷനിലെ സ്റ്റാൻഡേർഡ്സ് ആ ഒരു സെക്ഷൻ ആണല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ട് നമ്മൾ എവിടെയാ പറഞ്ഞത് നാബിന്റെ സ്റ്റാൻഡേർഡ്സ് has 10 chapters, 100 standards and 651 objective elements. Right? 10 chapter, 100 standards, 651 objective elements. നമ്മൾ ചെയ്ത് പഠിച്ചത് തന്നെയാണ് അല്ലേ? പഠിച്ചില്ലേ നാബിന്റെ സ്റ്റാൻഡേർഡുകൾ എങ്ങനെയാ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്? 10 chapters, 100 standards, 651 objective elements. Out of 651 objective elements, 1 or 2 are in ഏത് കാറ്റഗറിയിലാണ്? 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സില് 102 എണ്ണം എവിടെ വരുന്നത്? കോർ കാറ്റഗറി, CORE, കോർ കാറ്റഗറി. അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, അതിന് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. 102 എണ്ണം കോർ കാറ്റഗറിയിലാണ്. അത് നോക്കിയേ, വിച്ച് ആർ മാൻഡേറ്ററിലി അസസ്ഡ് ഡ്യൂറിംഗ് ഈച്ച് അസസ്മെന്റ്. അതെന്താണ്? ഓരോ മൂല്യനിർണയ സമയത്തും എന്താണ്? വിലയിരുത്തപ്പെടുന്നതാണ് അല്ലെ? ഇത് ഓരോന്നും ആ 600 ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലിമെന്റില് 102 എണ്ണം കോർ കാറ്റഗറിയിലാണ് വരുന്നത്. അതെങ്ങനെയാ അളക്കുന്നത്, അസസ് ചെയ്യുന്നത് എങ്ങനെയാ? ഓരോ മൂല്യനിർണയ സമയത്തും അടിസ്ഥാനപരമായിട്ട് വിലയിരുത്തപ്പെടുന്നതാണ്. ഓരോ മൂല്യനിർണയ സമയത്തും അടിസ്ഥാനപരമായി വിലയിരുത്തപ്പെടുന്നതാണ് 102 എണ്ണം. അതിനെയാണ് പ്രധാന വിഭാഗം അല്ലെ? കോർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ പ്രധാന വിഭാഗം. അതാണ് ഒന്നാമത്തെ കേട്ടോ. 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സില് 102 എണ്ണം കോർ കാറ്റഗറി, അതായത് പ്രധാന വിഭാഗത്തില് പെടുന്നവയാണ്. അതെങ്ങനെയാണ്? അത് ഓരോ മൂല്യനിർണയ സമയത്തും അടിസ്ഥാനപരമായി വിലയിരുത്തപ്പെടുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് നോക്കിയേ, 459. അടുത്തത് ഔട്ട് ഓഫ് 651 അടുത്ത 451 എണ്ണം ഏതിൽ വരുന്നതാണ്? ആറിൽ കമ്മിറ്റ്മെന്റ് കാറ്റഗറി അല്ലെ? കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്താ? പ്രതിബദ്ധതാ വിഭാഗം. സെയിം നമ്മൾ പഠിച്ചതാണ്. കമ്മിറ്റ്മെന്റ് കാറ്റഗറി ഇതാണ് പ്രതിബദ്ധതാ വിഭാഗം. which will be assessed during final assessment. അത് എപ്പോഴും അസസ് ചെയ്യുന്നത്? ഫൈനൽ അസസ്മെന്റ് സമയത്ത് അല്ലെ? അതായത് എന്താണ്? അന്തിമ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തപ്പെടുന്ന കാര്യങ്ങളാണത്. അന്തിമ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തപ്പെടുന്നവയാണ് 459. അത് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലാണ് വരുന്നത്, പ്രതിബദ്ധതാ വിഭാഗം. അടുത്ത നോക്കിയേ, 60 ആറിൽ അച്ചീവ്മെന്റ് കാറ്റഗറി. പിന്നെ അടുത്ത 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറി നേട്ട വിഭാഗത്തിലാണ് വരുന്നത്. which will be assessed during surveillance assessment. അതേതാണ്? which will be assessed during surveillance assessment. അത് നമ്മൾ ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞത് ഏതാണ്? നമ്മൾ ഓരോ മൂല്യനിർണയ സമയത്തും അടിസ്ഥാനപരമായി വിലയിരുത്തുന്നതാണ് 102 എണ്ണം. 451 എണ്ണം എന്ന് പറഞ്ഞത് കമ്മിറ്റ്മെന്റ് കാറ്റഗറി, പ്രതിബദ്ധതാ വിഭാഗം. അത് ഫൈനൽ അസസ്മെന്റ് സമയത്ത് വിലയിരുത്തപ്പെടുന്നത്. അടുത്ത 60 എണ്ണം എന്ന് പറയുന്നത് സർവൈലൻസ് അച്ചീവ്മെന്റ് കാറ്റഗറിയിലാണ്, നേട്ട വിഭാഗത്തിലാണ് പെടുന്നത്. അതെങ്ങനെയാണ്? will be assessed during surveillance assessment. നിരീക്ഷണ മൂല്യനിർണയ വേളയിൽ പരിശോധിക്കപ്പെടുന്നു. നിരീക്ഷണ മൂല്യനിർണയ വേളയിൽ പരിശോധിക്കപ്പെടുന്നതാണ് 60 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ്. then 30 ലാസ്റ്റത്തെ 30 എണ്ണം are in excellence category, മികവ് വിഭാഗം. എക്സലൻസ് കാറ്റഗറിയിലാണ് വരുന്നത്. which will be assessed during re-accreditation അല്ലെ? പുനർനിർണയ വേള സമയത്ത്, റീ അക്രഡിറ്റേഷൻ സമയത്ത് വിലയിരുത്തപ്പെടുന്നതാണ് 30 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ്. അങ്ങനെ 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സിനെ നമ്മൾ 4 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ള പേരുകൾ നോക്കാം കേട്ടോ. ഏതൊക്കെയാണ്? ഇങ്ങനെ എല്ലാ എക്സാമിന് ചോദിക്കാം. ഔട്ട് ഓഫ് 651 objective elements, then 1 or 2 are in dash category, either core category. 459 commitment category,
60 achievement category, 30 excellence category. Clear അല്ലേ? അത് HL പഠിച്ച സെയിം തന്നെയാണ് കേട്ടോ. 4 അണ്ടർലൈൻ ചെയ്തിട്ട. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും അത്? ഇനി നെക്സ്റ്റ് വരുന്നത് the NAB standards, 4th edition standards are documented in 10 chapter which are follows. Okay, 4th editionന്റെ ആയിട്ട് പറഞ്ഞേക്കുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ 4th edition സ്റ്റാൻഡേർഡ്സിൽ ഡോക്യുമെന്റ് ചെയ്തേക്കുന്ന 10 ചാപ്റ്റേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ 5th edition എന്ന് പറഞ്ഞാൽ 2020 മുതൽ 24 വരെ 5th edition ആണ്. ഇപ്പൊ നമുക്ക് 6th edition സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇത് 4th edition സ്റ്റാൻഡേർഡ്സിൽ ഡോക്യുമെന്റ് ചെയ്തേക്കുന്ന 10 ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. 10 ചാപ്റ്റേഴ്സ്. ആ 10 ചാപ്റ്ററുകളെ നമ്മൾ 2 സെക്ഷനുകളായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഓർമ്മയുണ്ട് ആരെങ്കിലും ഒക്കെ? ഏതായിരുന്നു 2 സെക്ഷൻ? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. പേഷ്യന്റ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള, ആ പേഷ്യൻസിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങള്. രണ്ടാമത്തെ ഓർഗനൈസേഷൻ, ആ ഒരു സ്ഥാപനം ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അടുത്ത 5 എണ്ണത്തിൽ വരുന്നത്. നോക്കിയേ, 10 സ്റ്റാൻഡേർഡ്സിനെയും നമ്മൾ 2 സെക്ഷൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ നോക്കിയേ, ഇതിനകത്ത് നമുക്ക് അവിടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം കേട്ടോ. പിന്നെ ചോദിക്കുന്നത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെ ആദ്യം ചോദിക്കാം. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഓരോന്നും നോക്കി വെക്കുക കേട്ടോ. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC. അവിടെ ചോദിക്കാം എക്സ്പാൻഡ് AAC. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി. അസസ് എന്ന് പറഞ്ഞാൽ ഇതിലേക്കുള്ള പ്രവേശനം, അസസ്മെന്റ് വിലയിരുത്തൽ, കണ്ടിന്യൂറ്റി ഓഫ് കെയർ ആക്കി കൊടുക്കുന്ന പരിചരണത്തിന്റെ കണ്ടിന്യൂറ്റി, തുടർച്ച. അത് ഓരോന്നും ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ജസ്റ്റ് നമുക്ക് ആ എക്സ്പാൻഡഡ് ഫോമും അതിന്റെ ഷോർട്ട് ഫോമും ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത് അത് വായിച്ചു നോക്കാം കേട്ടോ. അടുത്ത് നോക്കിയേ, കെയർ ഓഫ് പേഷ്യന്റ്, COP. ഇതൊക്കെ പഠിച്ചതല്ലേ? കെയർ ഓഫ് പേഷ്യന്റ്, COP. അടുത്ത മൂന്നാമത്തെ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. എന്താ ഷോർട്ട് ഫോം? MOM. Then patient rights and education, PRE. Expanded form ചോദിക്കാം കേട്ടോ. PRE, patient rights and education. അടുത്ത് നോക്കിയേ, hospital infection control, HIC. hospital infection control. ആ 5 എണ്ണം നിങ്ങൾ ഒരു ബ്രാക്കറ്റിലാക്കി. ആ 5 എണ്ണം, ആദ്യത്തെ 5 എണ്ണം കേട്ടോ. 10 ചാപ്റ്റേഴ്സിനെ ആദ്യത്തെ 5 എണ്ണം ഇതിൽ വരുന്ന പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. അവിടെ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. താഴെ കൊടുക്കുന്നുണ്ട് എങ്കിലും അവിടെ ഒന്ന് നോട്ട് ചെയ്തോ. ആദ്യത്തെ 5 എണ്ണം വരുന്നത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. അത് 5 എണ്ണവും എന്താ, ആ പേഷ്യൻസിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. പേഷ്യൻസിനെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത് കേട്ടോ. ആദ്യത്തെ 5 എണ്ണം പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലാണ് വരുന്നത്. അടുത്ത 5 എണ്ണം നോക്കിയേ, പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, റെസ്പോൺസിബിലിറ്റി. ഇത് നോക്കിയേ, റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ROM, facility management and safety, FMS, then human resource management, HRM, information management system, IMS. അത് 5 എണ്ണവും 6 മുതൽ 10 വരെയുള്ളത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നതാണ് കേട്ടോ. ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നതാണ് അടുത്ത 5 എണ്ണം, 6 മുതൽ 10 വരെയുള്ളത്. അത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് നോക്കി വെക്കണം. ഏതെങ്കിലൊക്കെ ചോദിക്കാം, എക്സ്പാൻഡഡ് ഫോം ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് ഏത്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് ഏതെന്ന് ചോദിക്കാം. കിട്ടി അവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഏത് രീതിയിലായിരിക്കും എന്ന്? 10 ചാപ്റ്ററുകളെ 2 സെക്ഷനായിട്ട് തിരിച്ചിരിക്കുന്നു. ആദ്യത്തെ 5 എണ്ണം പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും അടുത്ത 5 എണ്ണം ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലോ വരുന്നത് കേട്ടോ. ഇനി നോക്കിയേ, the first chapters are patient centered and the remaining 5 chapters are also organization centered. കണ്ടോ, നമ്മൾ പറഞ്ഞത് തന്നെയാണ് താഴെ കൊടുത്തേക്കുന്നത് കേട്ടോ. ആദ്യത്തെ 5 ചാപ്റ്ററുകൾ പേഷ്യന്റ് സെന്റേർഡും അടുത്ത 5 എണ്ണം റിമൈനിങ് ബാക്കിയുള്ള 5 എണ്ണം ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലും വരുന്നതാണ്. ഇത് രണ്ടും നോട്ട് ചെയ്ത് വെക്കാം. കഴിഞ്ഞ
നിങ്ങളുടെ തൊട്ട് മുന്നിലുള്ള ബാച്ചിന്റെ എക്സാമിന് ഉണ്ടായിരുന്നു. മെയിൻ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പേഷ്യന്റ് സെന്റേഡ് സ്റ്റാൻഡേർഡാ ചോദിച്ചത്. അവിടെ കൺഫ്യൂസ്ഡ് ആയി അവർക്ക്. 6ാമത്തെ ആയിരുന്നു ചോദിച്ചത് കേട്ടോ. അപ്പൊ അത് പെട്ടെന്ന് കണ്ടിട്ട് ഏതാ നമ്മളത് പേഷ്യന്റ് സെന്റേഡ്സിൽ വരുന്നത് ഏതെന്നായിരുന്നു ചോദിച്ചത് കേട്ടോ. പക്ഷെ 6ാമത്തെ ചോദിച്ചത് 6ാമത്തെയും കൂടി ഉണ്ടായിരുന്നു. 6ാമത്തെ ഓർഗനൈസേഷൻ സെന്റേഴ്സ് വരുന്നതാ. അതൊന്ന് നോട്ട് ചെയ്തോ. 6 മുതൽ 10 വരെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലും 1 മുതൽ 5 വരെയുള്ളത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലും വരുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ കണ്ടോ. Patient centered standards chapter 1, chapter 2, chapter 3, chapter 4, chapter 5 കണ്ടോ. അതിന്റെ തന്നെ ഷോർട്ട് ഫോമുകള് ടൈറ്റിലാ കൊടുത്തത്. AAC നമ്മളിപ്പോ പറഞ്ഞില്ലേ, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അതിന്റെ സമ്മറി എത്ര എണ്ണം വന്നിട്ട് നോക്കിയ. സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് 14 എണ്ണം ഉണ്ട്. നമുക്കിവിടെ മെയിൻ പഠിക്കാണ്ട് കണ്ടോ. AAC 1, AAC 2, AAC 3 അങ്ങനെ AACയുടെ 14 എണ്ണം പഠിക്കണം കണ്ടോ. സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് 14 എണ്ണം. ഇനി നോക്കിയേ അടുത്ത് നോക്കിയേ. ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അവിടെ കൊടുക്കുന്നുണ്ട്. 96 ആണ് കൊടുത്തേക്കുന്നത്. അതായത് ഈ 14 സ്റ്റാൻഡേർഡുകളെയും മെഷർ ചെയ്യാനുള്ളതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതവിടെ പറയണ്ട കേട്ടോ. സ്റ്റാൻഡേർഡ് എന്താണ്, ഒബ്ജക്റ്റീവ് എലമെന്റ് എന്താണെന്നൊക്കെ അടുത്ത പാരഗ്രാഫിൽ പറയണ്ട്. ഈ 14 സ്റ്റാൻഡേർഡുകളെയും മെഷർ ചെയ്യാനുള്ളതാണ് ഈ 96 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ആ ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കൂല, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ കണ്ടോ, മൊത്തം ഒബ്ജക്റ്റീവ് എലമെന്റ് 683 വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ ഓരോ വർഷവും അതിൻ്റെതായ പുതിയ ഇതൊക്കെ വരുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതെല്ലാം വ്യത്യാസം വരാം. ഇവിടെ സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് 100 എന്നാണ് നമ്മൾ പഠിച്ചത്. അത് നോക്കി ഇവിടെ 105 എണ്ണം കൊടുത്തിട്ടുണ്ട്. അത് കോൺസ്റ്റന്റ് അല്ല, വേരി ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ. അപ്പൊ അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്ന പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആദ്യത്തെ 5 എണ്ണം, അതിന്റെ ടൈറ്റില്, അതിന്റെ കീഴിൽ വരുന്ന ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡുകള്, ദെൻ ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അങ്ങനെ 3 കോളം ആയിട്ടാണ് അവിടെ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. അതിൽ നിന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. നോക്കിയേ, സ്റ്റാൻഡേർഡ് നോക്കിയേ. എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടേഷൻ that explain the structure and the process that must be sustained in place in an organization to enhance the quality of care. എന്താണ് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്? നമ്മൾ കൊടുക്കുന്ന ആ കെയർ, പരിചരണം, അതിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന കെയർ, പേഷ്യൻസിന് കൊടുക്കുന്ന രോഗി പരിചരണം, അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഗുണമേന്മ വർദ്ധിക്കുന്നതിന് വേണ്ടി ഒരു ഓർഗനൈസേഷന് ഗണ്യമായി ഉണ്ടായിരിക്കേണ്ട സ്ട്രക്ചർ, ഘടനകള്, അതുപോലെ പ്രോസസ്, പ്രക്രിയകള്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. എന്താണ് അപ്പൊ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്? നമ്മൾ കൊടുക്കുന്ന, ഒരു സ്ഥാപനം കൊടുക്കുന്ന ആ ഒരു രോഗി പരിചരണം, അല്ലെ, ക്വാളിറ്റി ഓഫ് കെയർ, അവിടെ കൊടുക്കുന്ന കെയർ, അതിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷന് ഉണ്ടായിരിക്കേണ്ട ഘടന, സ്ട്രക്ചർ, അതുപോലെ തന്നെ അവിടുത്തെ പ്രോസസ്, അവിടുത്തെ പ്രക്രിയകള്, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ കേട്ടോ. പ്രതീക്ഷയുടെ ഒരു പ്രസ്താവനയാണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടേഷൻ, അതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. എന്തായാലും മീനിങ് ആയിട്ട്, ഡെഫിനിഷൻ ആയിട്ടൊന്നും ചോദിക്കില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് അവിടെ ഡാഷ് ഇട്ട് ചോദിക്കാം. ഡാഷ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടേഷൻ that explains the structure and the process that must be substantially in place in an organization. എന്തിനു വേണ്ടി? to enhance the quality of care. അവര് കൊടുക്കുന്ന ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിന് ഉണ്ടായിരിക്കേണ്ട സ്ട്രക്ചർ, അതിന്റെ പ്രോസസ്, ആ പ്രക്രിയ, അതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്, അതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. And objective element is that component of a standard which can be measured objectively on a rating scale. എന്താ ഒരു റേറ്റിംഗ് സ്കെയിലില് നമ്മൾ ഒരു വസ്തുനിഷ്ഠമായി അളക്കാൻ കഴിയുന്ന
ഒരു സ്റ്റാൻഡേർഡിന്റെ ഘടകമാണ് ഏത് ഒബ്ജക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത്. ഡാഷ് ഇട്ട് കൊടുത്തു കേട്ടോ. ഡാഷ് ഈസ് ആൻ എലമെന്റ് അങ്ങനെ ചോദിക്കാം. an objective element എന്ന് പറഞ്ഞ എന്താണ്? is that component of a standard എന്ന് വെച്ചാൽ എന്താ? ഈ സ്റ്റാൻഡേർഡുകളെ മെഷർ ചെയ്യാനുള്ളതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അത്രയേ ഉള്ളൂ. ഈ സ്റ്റാൻഡേർഡുകൾ നമ്മൾ അളക്കണമെങ്കിൽ ഈ സ്റ്റാൻഡേർഡുകളെ മെഷർ ചെയ്യാനുള്ളതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ഓക്കെ, ഈ സ്റ്റാൻഡേർഡുകളെ നമ്മൾ പറഞ്ഞ ആ സ്റ്റാൻഡേർഡ് 100 സ്റ്റാൻഡേർഡ്സ് നമ്മൾ പറഞ്ഞില്ലേ, ആ സ്റ്റാൻഡേർഡുകളെ അളക്കാനുള്ളതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. The acceptable complaints with the measurable elements in determine the overall complaints. Complaints എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. with the standard. കണ്ടോ, ഈ മെഷറബിൾ എലമെന്റ്സ് നമ്മൾ പറഞ്ഞില്ലേ, അത് പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ മെഷറബിൾ എലമെന്റ്സ് പാലിക്കുന്നുണ്ടോ, ഒബ്ജക്റ്റീവ് എലമെന്റ്സ് പാലിക്കുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്താ അവർ ആ സ്ഥാപനം ആ ഒരു ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡുകൾ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അളക്കുന്നത്. അത് മെഷർ ചെയ്യുന്ന എങ്ങനെയാ? ഈ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അവര് പാലിക്കുന്നുണ്ടോ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റാൻഡേർഡുകൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഓരോ സ്റ്റാൻഡേർഡുകളെ ആ 10 ചാപ്റ്ററുകൾ തന്നെയാണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. AAC, COP, MOM, PRE, HIC, CQI, then ROM, FMS, then HRM, IMS. ഇതൊക്കെ ആ 10 ചാപ്റ്ററുകളാണ് അവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾ ആ ടേബിളിലെ ചാപ്റ്റർ 6 ഒന്ന് നോക്കി. ചാപ്റ്റർ 6 പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്നാണ് അതിന്റെ ആ ഷോർട്ട് ഫോം എഴുതിയേക്കുന്നത്. തെറ്റായിട്ടാണ് കൊടുത്തേക്കണേ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ എന്ന് നോക്കട്ടോ, അല്ലെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യുക. PSQ എന്നാണ് കേട്ടോ. 6ാമത്തെ ചാപ്റ്റർ ഇല്ലേ, നോക്കിയേ. ചാപ്റ്റർ 6 എന്താ? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ ആണ് കേട്ടോ. അതിന്റെ അബ്രിവിയേറ്റഡ് ഫോം എന്ന് പറയുന്നത് PSQ ആണ്. ഇവിടെ കണ്ടോ, ചാപ്റ്റർ 6 കണ്ടോ, തെറ്റിച്ചാണ് കൊടുത്തേക്കണേ. PSQ എന്നാക്കുക കേട്ടോ. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇതാണ് ചാപ്റ്റർ 6 പറയുന്നത് കേട്ടോ. PSQ എന്നാക്കുക. കറക്റ്റ് ചെയ്തോ? ടെക്സ്റ്റില് കറക്റ്റ് ആയിരുന്നോ കിടക്കണേ? PSQ. കറക്റ്റ് അല്ലെങ്കിൽ ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന നോട്ടില് തെറ്റായിട്ടാണ് കിടക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റില് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തിടുക കേട്ടോ. PSQ എന്നാക്കാത്. PSQ എന്നാക്കാം. ഓക്കെ, ചെയ്തോ? കറക്റ്റ് ആണോ? ഓക്കെ, ഇനി നോക്കിയേ. ഇവിടെ നമ്മൾ ഇനി ഓരോ സ്റ്റാൻഡേർഡുകളും നമുക്ക് പഠിക്കാറുണ്ട് കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോന്നിന്റെയും ആ സ്റ്റാൻഡേർഡുകൾ നമുക്ക് പഠിക്കാറുണ്ട്. AACയിൽ എത്രയാ നമ്മൾ പറഞ്ഞു? AACയിൽ എത്രയാണ്? സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് 14 ഇല്ലേ? അപ്പൊ ഇതുപോലെ AAC 1, AAC 2 അങ്ങനെ നമ്മൾ പഠിക്കണം. അതിനകത്ത് ഫുള്ള് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണ്ട. നിങ്ങൾക്ക് ഈ അബ്രിവേഷനും അതുപോലെ തന്നെ ടെർമിനോളജി എടുത്തപ്പോ ഇമ്പോർട്ടന്റ് മാത്രം അടയാളപ്പെടുത്തി തന്നില്ലായിരുന്നോ? HAയില് അടയാളപ്പെടുത്തി തന്നോ ഇമ്പോർട്ടന്റ്? അതുപോലെ ഞാനിവിടെ എടുക്കുമ്പോൾ ഓരോന്നും ഞാൻ പറയാം. അത് നിങ്ങൾ പഠിക്കുന്നതിനൊപ്പം തന്നെ ടിക്കിട്ട് വെക്കുക. അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നമുക്കത് പഠിക്കാനായിട്ട് അത്രയും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഫുള്ള് പഠിക്കണം. ഈ 100 എണ്ണം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് തരുന്നത്. നിങ്ങൾ ടിക്കിടുന്നത് മാത്രം പഠിക്കുക, ബാക്കിയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. ഫസ്റ്റത്തെ ഏതാണ് സ്റ്റാൻഡേർഡ് നമ്മൾ പറയുന്നത്? അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC ആണ് കേട്ടോ. എന്താണ്? ഒരു ഇതിലേക്കുള്ള ആ പേഷ്യൻസിലേക്കുള്ള പ്രവേശനം, അവരുടെ അസസ്മെന്റ്, അവരുടെ വിലയിരുത്തല്, അതുപോലെ തന്നെ കൊടുക്കുന്ന കെയർ, അതിന്റെ കണ്ടിന്യൂറ്റി അത് എന്തായാലും നിർബന്ധമാണ് അല്ലേ? നമ്മൾ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി, അടുത്ത പ്രാവശ്യം നമുക്ക് അതിന്റെ കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടണം അല്ലെ? അതിനല്ലേ നമ്മുടെ ഡിസ്ചാർജ് സമ്മറിയും കാര്യങ്ങളൊക്കെ തരുന്നത് അല്ലെ? ഇനി നെക്സ്റ്റ് വിസിറ്റില് നമ്മൾ അത് കൊണ്ടുപോകണം. നമ്മുടെ ആ ട്രീറ്റ്മെന്റിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടാനാണ്. അപ്പൊ ഇത് ഏതാ നമ്മൾ പറയുന്നത്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. നമ്മൾ ഇവിടെ പേഷ്യന്റിനെ
ഫോക്കസ് ചെയ്യണം. ഓക്കെ, AAC1 എന്ന് പറഞ്ഞ എന്താ? ഓർഗനൈസേഷൻ ഡിഫൈൻസ് ആൻഡ് ഡിസ്പ്ലേ ദ ഹെൽത്ത് കെയർ സർവീസസ് ദാറ്റ് ഇറ്റ് പ്രൊവൈഡ്. കണ്ടോ, ഓർഗനൈസേഷൻ ആ ഒരു സ്ഥാപനം, അതായത് ഹോസ്പിറ്റല്, അവര് നൽകുന്ന ആരോഗ്യ സേവനങ്ങള് എന്താ ഡിഫൈൻ ചെയ്യുക, അതിനെ നിർവചിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് AAC1 അവര് കൊടുക്കുന്ന ആ ഹെൽത്ത് കെയർ സർവീസ് അല്ലെ. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥാപനം എന്ന് പറയുന്ന ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റൽ കൊടുക്കുന്ന ആരോഗ്യ സേവനങ്ങള് എന്തൊക്കെ സർവീസുകളാണ് അത് ഡിഫൈൻ ചെയ്യുകയും അത് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്നു. എന്തിനാ? പേഷ്യൻസിന് അവയർനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അതാണ് AAC1 പറയുന്നത്. AAC, Organization defines and display the healthcare services that it provides. AAC1 അത് ടിപ്പിട്ട് വെച്ചോ കേട്ടോ. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെയാണെന്ന് അറിയോ? AAC1 എന്താണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ചോദിക്കാം. എന്നിട്ട് നമുക്ക് ഈ തന്നേക്കുന്ന സ്റ്റാൻഡേർഡിൽ മാർക്ക് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് AAC1 എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഇത് തിരിച്ച് നമുക്ക് തരും. അപ്പൊ ദ ഓർഗനൈസേഷൻ ഡിഫൈൻഡ് ആൻഡ് ഡിസ്പ്ലേ ദ ഹെൽത്ത് കെയർ സർവീസസ് ദാറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് എന്ന് പറഞ്ഞാൽ അത് ഏതിന് വരുന്നതാണെന്ന് ചോദിക്കാം. അപ്പൊ അവിടെ ഓപ്ഷൻ ആയിട്ട് AAC1, AAC2, AAC3, AAC4 അങ്ങനെ തിരിച്ചും ചോദിക്കാം. രണ്ട് രീതിയിൽ ഇതിന്ന് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പൊ ഏതാണെന്ന് രണ്ടും മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ ക്ലിയർ ആയോ? ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റല് അവര് കൊടുക്കുന്ന ഹെൽത്ത് സർവീസ് ഇല്ലേ, അത് ഡിസ്പ്ലേ ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും അത് ഡിഫൈൻ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, രണ്ടാമത്തെ നോക്കി AAC2 അത് ടിക്കറ്റ് വെച്ചേക്കാം. ഓർഗനൈസേഷൻ ഹാസ് എ വെൽ ഡിഫൈൻഡ് രജിസ്ട്രേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്. ഓർഗനൈസേഷൻ എന്തുണ്ട്? നന്നായി ഡിഫൈൻ ചെയ്ത അല്ലെ, വെൽ ഡിഫൈൻഡ് രജിസ്ട്രേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്. നന്നായിട്ട് ഡിഫൈൻ ചെയ്ത ഒരു രജിസ്ട്രേഷൻ ആൻഡ് അഡ്മിഷൻ പ്രോസസ്. രജിസ്ട്രേഷൻ അഡ്മിഷൻ പ്രോസസ് ഉണ്ട്. അതും അതേതിൽ വരുന്ന AAC2. അവിടെ AAC1ഉം AAC2ഉം ടിക്കറ്റ് വെക്കാം. ഇനി അടുത്തത് AAC3 ആണ്. There is an appropriate mechanism for transfer or referral of patients. പേഷ്യൻസിന് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ റെഫറൽസ് ഏതെങ്കിലും റെഫറൽസുകൾ നടത്താം അല്ലെ. അതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള സംവിധാനം ഹോസ്പിറ്റലിലുണ്ട്. അതാണ് AAC3 പറയുന്നത്. There is an appropriate mechanism for transfer or referral of patients. അടുത്തത് AAC4 നോക്കിയേ. Patients cared for by the organization undergo and established initial assessment. AAC4 ആണ് കേട്ടോ. ഓർഗനൈസേഷൻ കെയർ ചെയ്യുന്ന ഓർഗനൈസേഷൻ അത് പരിചരിക്കുന്ന പേഷ്യൻസ് അവര് അത് ഇനിഷ്യൽ അസസ്മെന്റിന്, അതായത് പ്രാഥമിക വിലയിരുത്തലിന് വിധേയരാകുന്നു. ഇനിഷ്യൽ അസസ്മെന്റിന് അവര് വിധേയരാകുന്നു. The patient cared for by the organization. ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പരിചരിക്കുന്ന പേഷ്യൻസ് എന്തിന് വിധേയരാകുന്നു? ഇനിഷ്യൽ അസസ്മെന്റിന് വിധേയരാകുന്നു. അങ്ങനെ ഉണ്ടെന്ന് ഉറപ്പ് കൊടുക്കുന്നു. അതാണ് AAC4 പറയുന്നത്. Then AAC5 നോക്കിയേ. Patient cared for by the organization undergo a regular reassessment. എന്താണ്? ഓർഗനൈസേഷൻ പരിചരിക്കുന്ന പേഷ്യൻസ് പതിവായിട്ട് റീഅസസ്മെന്റ് പുനർമൂല്യനിർണയത്തിന് വിധേയരാകുന്നു. Patient cared for by the organization undergo a regular reassessment. പുനർമൂല്യനിർണയത്തിന് വിധേയരാകുന്നു. അവിടെ AAC5 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. 1ഉം 2ഉം 5ഉം റെഗുലർ റീഅസസ്മെന്റ് പതിവായിട്ട് അവര് പുനർമൂല്യനിർണയത്തിന് വിധേയരാകുന്നു.
അടുത്ത നോക്കിയേ AAC 6 എന്താണ്? Laboratory services are provided as per the scope of service of the organization. കണ്ടോ, ഓർഗനൈസേഷന്റെ നമുക്കൊരു പരിധിക്ക് അനുസരിച്ചാണ് ആ ലബോറട്ടറി സർവീസുകൾ നടത്തുന്നത്. Laboratory services are provided ഇതിനനുസരിച്ച് as per the scope of services of the organization. ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ആ സേവന പരിധിക്ക് അനുസരിച്ചാണ് ലബോറട്ടറി സർവീസ് നടത്തുന്നത്. ആറാമത്തെ നോട്ട് ചെയ്യാം കേട്ടോ, 5, 6. ഇനി നോക്കിയേ ഏഴാമത്തെ, there is an established laboratory quality assurance program. എന്തുണ്ട്? ഒരു എസ്റ്റാബ്ലിഷ്ഡ് എന്ന് വെച്ചാൽ അത് ഉറപ്പിക്കാൻ, സ്ഥാപിക്കുക. ഒരു നല്ലൊരു ലബോറട്ടറി ക്വാളിറ്റി, ലബോറട്ടറിയുടെ ഗുണമേന്മ, ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന പ്രോഗ്രാംസുകള് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. There is an established laboratory quality assurance program. Then AAC 8, there is established laboratory safety program. ഒരു സ്ഥാപിതമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ഉറപ്പുള്ള ലബോറട്ടറി സേഫ്റ്റി പ്രോഗ്രാം ഉണ്ട്. അടുത്ത നോക്കി AAC 9 എന്താ? Imaging services are provided as per the scope of the organization. Imaging സർവീസുകള്, ഇമേജിംഗ് സർവീസസ് 9 അല്ലേ? അതായത് നമ്മൾ ഇമേജിംഗ് സർവീസസ് എന്ന് പറഞ്ഞാൽ റേഡിയോളജി അല്ലേ, എക്സ്റേ, സ്കാനിങ്, അങ്ങനെയുള്ളതൊക്കെ ഇല്ലേ? അങ്ങനെയുള്ള ഇമേജിംഗ് സർവീസസ് എങ്ങനെയാണ്? ആ ഒരു ഓർഗനൈസേഷന്റെ പരിധിക്ക് അനുസരിച്ചിട്ടാണ്, ഓർഗനൈസേഷന്റെ ആ സർവീസിന്റെ വ്യാപ്തി അനുസരിച്ചിട്ടാണ് ഒരു ഇമേജിംഗ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. Then AAC 10 ആണ്, there is an established quality assurance program for imaging services. എന്താണ് ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം? ഒരു ഗുണമേന്മയുള്ള, ഗുണനിലവാരമുള്ള ഒരു ഉറപ്പുവരുത്തുന്ന പ്രോഗ്രാമുകൾ എവിടെയുണ്ട്? ഇമേജിംഗ് സർവീസിലുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. ഒരു ഇമേജിംഗ് സർവീസില് ഒരു ഗുണമേന്മയുള്ള ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം, ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന പ്രോഗ്രാമുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തുന്നുണ്ട്. Then AAC 11 ആണ്, there is an established safety program in imaging services. എന്താണ്? ഇമേജിംഗ് സർവീസിന് എന്ത് സ്ഥാപിച്ചിട്ടുണ്ട്? ഒരു സേഫ്റ്റി പ്രോഗ്രാം സ്ഥാപിച്ചിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ്ഡ് സേഫ്റ്റി പ്രോഗ്രാം അല്ലെങ്കിൽ സേഫ്റ്റി പ്രോഗ്രാം ഇമേജിംഗ് സർവീസിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, ഇനി 12, 13, 14 പഠിക്കണം കേട്ടോ. അത് മൂന്നും കൂടി അതിൽ ടിക്ക് ഇട്ടാം. 12 നോക്കിയേ, പേഷ്യന്റ് കെയർ ഈസ് കണ്ടിന്യൂസ് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി. നമ്മൾ കൊടുക്കുന്ന പേഷ്യന്റ് കെയർ, രോഗി പരിചരണം എങ്ങനെയാണ്? തുടർച്ചയായതും അതുപോലെ മൾട്ടി ഡിസിപ്ലിനറി. എന്ന് വെച്ചാൽ കമ്പൈനിങ് മോർ ദാൻ 1 ഡിസിപ്ലിൻസ്, ഇതിലധികം ഡിസിപ്ലിൻസിനെ കാര്യങ്ങളെ കമ്പൈൻ ചെയ്തിട്ടുള്ളതും തുടർച്ചയായിട്ടുള്ള കെയർ ആണ്, പേഷ്യന്റ് കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് AAC 12 പറയുന്നത്. 12 കേട്ടോ. There is a continuous and multidisciplinary. Then AAC 12. Then AAC 13 എന്താ? The organization has established a discharge process. കണ്ടോ, ഒരു സ്ഥാപിതം, ഒരു ഉറപ്പുള്ള ഒരു ഡിസ്ചാർജ് പ്രോസസ് ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്, ആ ഒരു സ്ഥാപനത്തിനുണ്ട്. എസ്റ്റാബ്ലിഷ്ഡ് ഡിസ്ചാർജ് പ്രോസസ് അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്രോസസ് ഉറപ്പുവരുത്തുന്നുണ്ട്. Then 14 നോക്കിയേ, the organization defines the content of the discharge summary. എന്താ? ഡിസ്ചാർജ് സമ്മറിയുടെ കണ്ടന്റ്, അതിന്റെ ഉള്ളടക്കം ആ ഒരു സംഘടന, ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ സ്ഥാപനം നിർവഹിക്കണം, ഡിഫൈൻ ചെയ്യണം. The organization defines the content of the discharge summary. ആ ഡിസ്ചാർജ് സമ്മറിയുടെ ഒരു കണ്ടന്റ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. അത്രയാണ് നമുക്ക് ആ AAC എന്ന് പറഞ്ഞ ആ ഫസ്റ്റത്തേല് വരുന്നത് കേട്ടോ. ചാപ്റ്റർ
1 ആണ് നമ്മൾ പറഞ്ഞത്. പേഷ്യന്റ് സെന്റേഡ് സ്റ്റാൻഡേർഡ്സ് ഇത് ചാപ്റ്റർ 1 ഏതാണ്? AAC ആണ്. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അതിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്, സ്റ്റാൻഡേർഡ്സുകളാണ്. നമ്മൾ 14 എണ്ണമാണ് പറഞ്ഞത് കേട്ടോ. AACയില് 14 സ്റ്റാൻഡേർഡുകളാണ്. അതാണ് ആ ടേബിളിൽ കൊടുത്തേക്കണേ. കണ്ടോ, AACയുടെ നേരെ കണ്ടോ, സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ 14 കൊടുത്തില്ലേ? അത് ആ 14 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. അതിൽ നമ്മൾ പഠിക്കേണ്ടത് മാത്രം ഒന്നുകൂടി ഞാൻ പറയാം. AAC 1, AAC 2. AAC 1 എന്താണ്? ഓർഗനൈസേഷൻ എന്ത് ഡിഫൈൻ ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു? The health care services that it provides. ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഹോസ്പിറ്റല് അത് നൽകുന്ന ഹെൽത്ത് കെയർ സർവീസ്, നൽകുന്ന ആരോഗ്യ സേവനം അത് പ്രദർശിപ്പിക്കുകയും ഡിഫൈൻ ചെയ്യുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. അതാണ് AAC 1. Then അടുത്തത് എന്താ? AAC 2, organization has well defined registration and admission process. നന്നായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ, അഡ്മിഷൻ പ്രോസസ് ഉണ്ട്. Then next AAC 5 ആണ് പഠിക്കാൻ പറഞ്ഞത്. Patient cared for the organization undergo a regular re-assessment. ഉണ്ടോ? എന്താണ് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഹോസ്പിറ്റലുകള് പറയുന്ന പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന കെയർ ഇല്ലേ, അത് പതിവായിട്ട് റെഗുലർ ആയിട്ട് റീ അസസ്മെന്റ് ചെയ്യുന്നു. അടുത്ത AAC 6 പഠിക്കണം. ലബോറട്ടറി സർവീസസ് ആർ പ്രൊവൈഡഡ്. എന്നനുസരിച്ച് പ്രൊവൈഡ് ആസ് പെർ ദ സ്കോപ്പ് ഓഫ് സർവീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ സേവന പരിധിക്ക് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലബോറട്ടറി സർവീസ് നടത്തുന്നത്. അതിന്റെ ആസ് പെർ ദ സ്കോപ്പ് ഓഫ് സർവീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതാണ് AAC 6 പറയുന്നത്. പിന്നെ നമ്മുടെ ബാക്കിയൊന്നുമില്ല. 12ഉം 13ഉം 11ഉം 12ഉം 13ഉം കൂടി പഠിക്കണം കേട്ടോ. 11 എന്താ? There is an established safety program in imaging service. ഇമേജിംഗ് സർവീസിലെ ഒരു സേഫ്റ്റി പ്രോഗ്രാംസ് ഉറപ്പുവരുത്തുന്നുണ്ട്. അടുത്തത് പേഷ്യന്റ് കെയറീസ് ഇത് പറഞ്ഞേക്കുന്നത് 12 കേട്ടോ. 12 ആണ്. 12ഉം 13ഉം 14ഉം ആണ്. ലാസ്റ്റത്തെ 3 പിന്നെ പഠിക്കേണ്ടത്. പേഷ്യന്റ് കെയർ ഈസ് കണ്ടിന്യൂസ് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി. പേഷ്യന്റിന് കൊടുക്കുന്ന കെയർ അതെങ്ങനെയാ? കണ്ടിന്യൂസ് ആണ്, തുടർച്ചയായതും മൾട്ടി ഡിസിപ്ലിനറി. എന്താണ് പറഞ്ഞേക്കണേ? ഒന്നിലധികം ഡിസിപ്ലിൻസ് അതും കൂടി ചേരുന്നതാണ്. അങ്ങനെയുള്ള ഒരു തുടർച്ചയായിട്ടുള്ള സേവനമാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പേഷ്യന്റിന് കൊടുക്കുന്നത്, രോഗി പരിചരണത്തിന് കൊടുക്കുന്നത്. പിന്നെ 13 പറയുന്നത് ഓർഗനൈസേഷൻ ഹാസ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് നല്ലൊരു ഡിസ്ചാർജ് പ്രോസസ് ഉണ്ട്. 14 പറയുന്ന ഓർഗനൈസേഷൻ ഡിഫൈൻസ് ദ കണ്ടന്റ് ഓഫ് ദ ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറിയുടെ കണ്ടന്റ് ആ ഒരു ഹോസ്പിറ്റല് ഡിഫൈൻ ചെയ്യണം. കിട്ടിയോ? എനിക്ക് പഠിക്കുന്നതിന് കിട്ടിയോ? ഇത് ഇന്ന് തന്നെ നോക്കി വെക്കണം കേട്ടോ. എന്നുവെച്ചാൽ ഫുള്ള് എന്താ പറയാ, എല്ലാരും അതിനകത്ത് എന്താ പറഞ്ഞേക്കണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം. ഫുള്ള് ബൈഹാർട്ട് ചെയ്യണ്ട. പക്ഷെ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതിലാ വന്നേന്നൊന്ന് മനസ്സിലാക്കാൻ നമ്മൾ പഠിച്ചു വെക്കണം. 1 പഠിക്കണം, 2 പഠിക്കണം, 5, 6, 12, 13, 14 അത്രയും മാത്രം അതിൽ നിന്ന് പഠിച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ? പറയണേ. ഇതിനകത്ത് ജസ്റ്റ് എന്താണ് അതിൽ പറഞ്ഞേക്കണേന്ന് മാത്രമേ പറയണുള്ളൂ. അല്ലാതെ അതിന്റെ വേറെ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കണ്ട. നമ്മുടെ AAC ഇപ്പൊ 12 എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ആ ഒരു ഇത് തന്നിട്ട് റിപ്പീറ്റ് ചെയ്യാം. ഏതൊക്കെയാണ് പഠിക്കേണ്ടതല്ലേ? 1 പഠിക്കണം. AAC 1, 2. 1ഉം 2ഉം. പിന്നെ പഠിക്കേണ്ടത് 5ഉം 6ഉം. ടിക്കറ്റ് വെച്ചോ കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ടിക്കറ്റോ. 1ഉം 2ഉം 5ഉം 6ഉം. പിന്നെ ലാസ്റ്റത്തെ 12, 13, 14. 7 പഠിച്ചാൽ മതി. അതിൽ 14 ഉണ്ട്. അതിൽ കറക്റ്റ് പകുതി 7 പഠിച്ചാൽ മതി. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് ടിക്കറ്റ് ഓക്കെ ആണോ? കറക്റ്റ് ആയിട്ട് ടിക്കറ്റ് വെക്കുക കേട്ടോ. അത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ. ഇനി രണ്ടാമത്തെയാണ് കെയർ ഓഫ് പേഷ്യന്റ്, COP. അതില് നമ്മൾ എത്ര വരുന്നുണ്ട്? കെയർ ഓഫ് പേഷ്യന്റ് എത്ര പറഞ്ഞത്? അത് 20 ഉണ്ട്.
ഞാൻ കുറച്ച് തരാം കേട്ടോ. 20 എണ്ണം ഉണ്ട്. അതിൽ ഓരോന്നും COP1 എന്താ, COP2 എന്താ, COP3 എന്താ, അത് അങ്ങനെ പഠിക്കണം കേട്ടോ. അതിനകത്ത് ഇതുപോലെ നമുക്ക് ടിക്ക് ഇട്ട് തരാം ഞാൻ. അത്രയും മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് നോക്കി COP1 എന്താ പറയണതൊക്കെ. Uniform care to patients is provided in all settings of the organization and is guided by written guidelines and the applicable laws and regulation. അതായത് എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ, നമ്മള് ഈ നോക്കി ആപ്ലിക്കബിൾ, അവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസ്, റെഗുലേഷൻസ്, അവിടെ രേഖാമൂലമുള്ള ഹോസ്പിറ്റലില് ആപ്ലിക്കബിൾ ആയിട്ടുള്ള രേഖാമൂലമുള്ള ഈ മാർഗനിർദ്ദേശങ്ങളും അവർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ബാധകമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും വഴി എന്താണ് ഒരു ഓർഗനൈസേഷന്റെ എല്ലാ സെറ്റിംഗ്സിലും, എല്ലാ ക്രമീകരണങ്ങളിലും പേഷ്യന്റിന് എന്ത് നൽകുന്നു, ഒരു യൂണിഫോം കെയർ നൽകുന്നു. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ആരോടും നമ്മളൊരു എന്താ പറയാ ഒരു പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. ആ ഹോസ്പിറ്റലിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമങ്ങള്, അവിടുത്തെ റെഗുലേഷൻസ്, അതനുസരിച്ച് ഹോസ്പിറ്റലിലെ എല്ലാ തലങ്ങളിലും എല്ലാ സെറ്റിംഗ്സിലും പേഷ്യൻസിന് എന്ത് കൊടുക്കണം, ഒരു യൂണിഫോം കെയർ, ഏകീകൃതമായിട്ടുള്ള ഒരു പരിചരണം. അല്ലാതെ ഇന്ന രീതിയിലൊന്നും അവരെ കാറ്റഗറൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ തിരിച്ചിട്ടാക്കാനോ ഒരു പാർഷ്യാലിറ്റിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അവിടെ പ്രിഫറൻസ് കൊടുക്കാനോ ഒന്നും പാടില്ല. എല്ലാവർക്കും എന്ത് കൊടുക്കണം, യൂണിഫോം കെയർ, യൂണിഫോം ആയിട്ടുള്ള അല്ലെ, എല്ലാ ഏകീകൃതമായിട്ടുള്ള ഒരു പരിചരണം കൊടുക്കണം. എല്ലാ പേഷ്യൻസിനെയും ഒരുപോലെ കാണണം, അതനുസരിച്ചുള്ള പരിചരണം കൊടുക്കണം. അതാണ് COP1 പറയുന്നത്. ക്ലിയർ ആണോ? COP1 അത് ഹോസ്പിറ്റലിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസും റെഗുലേഷൻസും അതുവഴി. COP2 എന്താ പറയുന്നത് നോക്കിയേ. Emergency services are provided in accordance with the written guidelines, applicable laws and regulations. അതുപോലെ തന്നെ കേട്ടോ, എങ്ങനെയാ നമുക്ക് written guidelines, അവിടെ രേഖാമൂലമുള്ള മാർഗനിർദ്ദേശങ്ങള്, ആ ഹോസ്പിറ്റലിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസ്, നിയമങ്ങള്, റെഗുലേഷൻസ്, അതൊക്കെ അനുസൃതമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, എമർജൻസി സർവീസ് കൊടുക്കേണ്ടത്. ഉണ്ടോ? അല്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല, ആ ഹോസ്പിറ്റലിലുള്ള രേഖാമൂലമുള്ള കാര്യങ്ങള്, ആ ഹോസ്പിറ്റലിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങളും നിയന്ത്രണങ്ങളും അതനുസരിച്ചായിരിക്കണം എന്ത് എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? ഇത് ഫുൾ ഇങ്ങനെ കണ്ടിട്ട് ആരും വിഷമിക്കണ്ട കേട്ടോ. നമ്മൾ ആ ടിക്ക് ഇട്ടത് മാത്രം പഠിച്ചാൽ മതി, ബാക്കിത്തെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്താണ് കാര്യം പറയണേന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. COP3 ആണ്. അതിൽ നോക്കിയേ, ആംബുലൻസ് സർവീസസ് എൻഷുർ സേഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ വിത്ത് അപ്രോപ്രിയേറ്റ് കെയർ. മൂന്നാമത്തെ ടിക്ക് ഇട്ടോ. COP3 പഠിക്കണം. ആംബുലൻസ് സേവനങ്ങള്, ആംബുലൻസ് സർവീസസ് എങ്ങനെ വേണം കൊടുക്കാനായിട്ട്, ഉചിതമായ പരിചരണത്തോടെ ആ സുരക്ഷിതമായിട്ടുള്ള പേഷ്യൻസിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഉറപ്പാക്കുന്നു ആംബുലൻസ് സർവീസസ്. കണ്ടോ, എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഉറപ്പുവരുത്തുക. സേഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ ആയിരിക്കണം. ആംബുലൻസ് സർവീസസ് എൻഷുർ സേഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ വിത്ത് അപ്രോപ്രിയേറ്റ് കെയർ. അനുയോജ്യമായിട്ടുള്ള പരിചരണത്തോടു കൂടി പേഷ്യൻസിന്റെ സേഫ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ ഉറപ്പുവരുത്തണം. ആര്? ആംബുലൻസ് സർവീസസ്. അതാണ് കെയർ ഓഫ് പേഷ്യന്റ് അല്ലേ COP എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നല്ലൊരു സേഫ് പേഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ ആംബുലൻസ് സർവീസസ് ഉറപ്പുവരുത്തണം. അതാണ് COP3. COP3 എന്ന് പറയുമ്പോൾ ആംബുലൻസ് സർവീസസ് അങ്ങനെ ഷോർട്ട് ചെയ്തൊന്ന് നോക്കിയാലും മതി. നമുക്ക് ഫുള്ള് പഠിക്കണ്ടല്ലോ, ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പൊ COP3 എന്താണ്, അപ്പൊ അവിടെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ആംബുലൻസ് സർവീസിന്റെ കാര്യമാണ്, അത്രയും പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഓർമ്മയുണ്ടാവും. അല്ലെങ്കിൽ ആംബുലൻസ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് അത് ഏതാ, COP2 ആണോ, COP3 ആണോ, COP4 തന്നെയാണോ, അതങ്ങ് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ 3 മറക്കോ? 3 ഏതാ പറയുന്നത്, ആംബുലൻസ് സർവീസിന്റെ കാര്യം.
സേഫ് ആയിട്ട് പേഷ്യന്റ് ട്രാൻസ്പോർട്ടേഷൻ ഉറപ്പുവരുത്തണം ആംബുലൻസ് സർവീസ്. ക്ലിയർ അല്ലേ? COP3. അടുത്ത് നോക്കിയ COP4 എന്താ? The organization plans and implement mechanisms for the care of patients during community emergencies, epidemic and other disasters. കണ്ടോ? അതായത് കമ്മ്യൂണിറ്റി എമർജൻസി അത്യാഹിതങ്ങളൊക്കെ സംഭവിക്കില്ലേ, അങ്ങനെയുള്ളത്. എപ്പിഡമിക്സ് എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധികള്. ഇപ്പൊ കൊറോണ കാര്യങ്ങളൊക്കെ വന്നില്ലേ, എപ്പിഡമിക്സ് പകർച്ചവ്യാധികൾ. ആൻഡ് അതർ ഡിസാസ്റ്റർ, മറ്റുള്ള ദുരന്തങ്ങള്. അതൊക്കെ എന്തിനേൽ പേഷ്യൻസിന്റെ ആ കെയർ, അവർക്കുള്ള പരിചരണത്തിനുള്ള സംവിധാനങ്ങള് ആ ഒരു ഹോസ്പിറ്റലുകൾ ഓർഗനൈസേഷൻ ആസൂത്രണം ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും വേണം. ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും വേണം. ഏതാ? കമ്മ്യൂണിറ്റി എമർജൻസീസ് വരുമ്പോ, എപ്പിഡമിക് പകർച്ചവ്യാധികൾ വരുമ്പോൾ, ഡിസാസ്റ്റർ ദുരന്തങ്ങൾ ഇതൊക്കെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇല്ലേ, ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും നമുക്ക് കൊറോണ ടൈമിലൊക്കെ ആണെങ്കിലും ഒത്തിരി ഇതൊക്കെ സർവീസുകളൊക്കെ കിട്ടിയില്ലേ, അല്ലേ? അങ്ങനെയുള്ളതിൽ എന്താ പറയാ, അത് എന്തൊക്കെയാണ് നമ്മൾ അത് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് അത് ട്രീറ്റ്മെന്റ് കാര്യങ്ങളും ഒത്തിരി ഹോസ്പിറ്റലിൽ നിന്നുള്ള നഴ്സുമാരൊക്കെ ആണെങ്കിലും അല്ലേ, ഒത്തിരി അത് ആ ഒരു ടൈമിലൊക്കെ അവര് ഒത്തിരി ആക്റ്റീവായിട്ട് തന്നെ എല്ലാം ഇതൊക്കെ ചെയ്യണ്ടേ അല്ലേ, ഇതുപോലെയൊക്കെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ദുരന്തങ്ങളോ പകർച്ചവ്യാധികളോ ഡിസാസ്റ്റർ അങ്ങനെ ദുരന്തങ്ങള് എന്തെങ്കിലും എമർജൻസി ഒക്കെ വരുമ്പോൾ ആ കൊടുക്കുന്ന പേഷ്യന്റ് കെയർ ഇല്ലേ, അപ്പൊ അതില് എന്തൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യണം, അത് എന്താണെന്നുള്ളത് നടപ്പിലാക്കുകയും വേണം. അതാണ് COP4 പറയുന്നത്. ദെൻ അടുത്ത നോക്കിയ COP5 ടിക്ക് കേട്ടോ. 5 പഠിക്കണം. Cardiopulmonary resuscitation services are provided uniformly across the organization. കണ്ടോ, ഓർഗനൈസേഷനിലുടനീളം കാർഡിയോപൾമണറി റെസിസ്റ്റേഷൻ സർവീസ് എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. ഹൃദയ സംബന്ധമായിട്ടുള്ള പുനരുജ്ജീവനം നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങള്, റെസിസ്റ്റേഷൻ, അങ്ങനെയുള്ള സർവീസുകള് ഓർഗനൈസേഷനിലുടനീളം എന്ത് ചെയ്യണം? യൂണിഫോം ആയിട്ട് എല്ലാവർക്കും ഒരുപോലെ പ്രൊവൈഡഡ് യൂണിഫോംലി അക്രോസ് ദ ഓർഗനൈസേഷൻ. അപ്പൊ COP5 നമ്മൾ ഓർക്കും കാർഡിയോപൾമണറി റെസിസ്റ്റേഷൻ സർവീസ്. കിട്ടിയോ? COP5 COP3 നമ്മൾ പറഞ്ഞത് ആംബുലൻസ് സർവീസസ്. ഓക്കെ. COP5 ഏതാ പറഞ്ഞത്? കാർഡിയോപൾമണറി റെസിസ്റ്റേഷൻ സർവീസസ്. അത്രയും മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. അടുത്ത നോക്കിയേ, COP6 നോക്കിയേ. നഴ്സിംഗ് കെയർ ഈസ് പ്രൊവൈഡഡ് to patients in the organization in consonance with the clinical protocol. ക്ലിനിക്കൽ പ്രോട്ടോകോൾ, ചികിത്സാ സംബന്ധമായിട്ടുള്ള ആ പ്രോട്ടോകോൾസ്, മാർഗനിർദ്ദേശങ്ങള് അതിനനുസൃതമായിട്ട് തന്നെ ഓർഗനൈസേഷനിലെ പേഷ്യൻസിന് എന്ത് കൊടുക്കണം? നേഴ്സിംഗ് കെയർ കൊടുക്കണം. കണ്ടോ, നേഴ്സിംഗ് കെയർ ഈസ് പ്രൊവൈഡഡ് ടു പേഷ്യന്റ്. നേഴ്സിംഗ് കെയർ കൊടുക്കണം പേഷ്യൻസിന്. എങ്ങനെ? ദ ഓർഗനൈസേഷൻ കൺസോണൻസ് വിത്ത് ക്ലിനിക്കൽ പ്രോട്ടോകോൾ, ക്ലിനിക്കൽ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ, അതിനനുസൃതമായിട്ട് തന്നെ നേഴ്സിംഗ് കെയർ ആ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യണം. അടുത്ത COP7 ടിക്ക് കേട്ടോ. ഏതാണ്? ക്ലിനിക്കൽ പ്രൊസീജിയർ ആർ പെർഫോംഡ് സേഫ്ലി. ക്ലിനിക്കൽ പ്രൊസീജിയർ എങ്ങനെ നിർവഹിക്കണം? സേഫ് ആയിട്ട് തന്നെ നിർവഹിക്കണം. അതാണ് COP7. അപ്പൊ ഏത് പഠിക്കും നമ്മള്? COP7 ക്ലിനിക്കൽ പ്രൊസീജിയർ എങ്ങനെ കൊടുക്കണം? പെർഫോംഡ് സേഫ്ലി, സുരക്ഷിതമായി. എല്ലാം കെയർ ഓഫ് പേഷ്യൻസ് ആണ്. കണ്ടോ, ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ആർ പെർഫോംഡ് സേഫ്ലി, സേഫ് ആയിട്ട് തന്നെ ക്ലിനിക്കൽ പ്രൊസീജിയർ കൊടുക്കണം. അടുത്ത നോക്കിയ COP8. ട്രാൻസ്ഫ്യൂഷൻ സർവീസസ് ആർ പ്രൊവൈഡഡ് as per the scope of services of the organization. സേഫ്റ്റി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ അല്ലേ?
ആ ഒരു ഓർഗനൈസേഷന്റെ പരിധിക്ക് അനുസരിച്ചിട്ടാണ് അല്ലെ ട്രാൻസ്ഫ്യൂഷൻ സർവീസുകൾ സുരക്ഷിതമായി നടത്തുന്നത്. അതായത് സേഫ് ആയിട്ട് തന്നെയാണ് ട്രാൻസ്ഫ്യൂഷൻ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഉറപ്പുവരുത്തണം. അതാണ് COP8 പറയുന്നത്. Okay, COP8 transfusion services are provided എന്തനുസരിച്ച് as per the scope of services of the organization safely, safe ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. Then COP9, the organization provides the care in intensive care and high dependency unit in systematic manner. കണ്ടോ ഓർഗനൈസേഷൻ provides the care എങ്ങനെയാ ICU intensive care കണ്ടോ തീവ്രമായ പരിചരണം ആവശ്യമുള്ള അല്ലെങ്കിൽ തീവ്ര പരിചരണ വിഭാഗത്തില് ഹൈ ഡിപെൻഡൻസി യൂണിറ്റ് കണ്ടോ ഇതുപോലെ തന്നെ കുറച്ച് കെയർ കൊടുക്കുന്ന യൂണിറ്റ് തന്നെയാണ് കണ്ടോ സാധാരണ വാർഡിലുള്ളതിനേക്കാളും കുറച്ചും കൂടി കെയർ കൊടുക്കുന്ന വിപുലമായി പരിചരണം കൊടുക്കുന്ന ആ തീവ്ര പരിചരണ വിഭാഗത്തിലൊക്കെ എന്താണ് നമ്മള് ആ ഒരു നല്ലൊരു കെയർ തന്നെ പ്രൊവൈഡ് ചെയ്യണം. അതാണ് COP9 പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞതിൽ 3ഉം 5ഉം 7ഉം പഠിക്കാം കേട്ടോ. 3ഉം 5ഉം 7ഉം COP3, COP5, COP7. ഇനി അടുത്ത് നോക്കിയാൽ 10 ആണ്. 10 പഠിക്കണം. Organization provides safe obstetrics care. Obstetrics എന്ന് വെച്ചാൽ എന്താ? obstetrics ഏതാ? ഏത് സെക്ഷനാ? പ്രഗ്നൻസി അല്ലെ പ്രസവ സംബന്ധമായിട്ടുള്ള ഇത് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. obstetrics കെയർ കൊടുക്കണം. സുരക്ഷിതമായിട്ടുള്ള ഒരു പ്രസവ ചികിത്സ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഓർഗനൈസേഷൻ പ്രൊവൈഡ് സേഫ് ഒബ്സ്റ്ററ്റിക് കെയർ. COP10 ഒബ്സ്റ്ററ്റിക് കെയർ ആണെന്ന് ഓർത്ത് വെക്കുക. അത് ഞാൻ പഠിക്കാൻ എളുപ്പത്തിനാട്ടോ പറഞ്ഞു തന്നത്. അപ്പൊ നമ്മൾ ഓരോന്നും ആദ്യം COP3 എഴുതാം. അവിടെ നിങ്ങളൊന്ന് ഷോർട്ട് ചെയ്ത് എഴുതി വെക്കുക. പഠിക്കാൻ എളുപ്പത്തിനാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്തോണ്ടിരുന്നാൽ മതി. ഇന്ന് 2 or 3 ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഈ ഒരു സെക്ഷനിൽ അതിൽ കൂടുതൽ ഉണ്ടാവില്ല. എന്നുവെച്ചാൽ ഈ മൊത്തം ഈ 8ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എടുക്കുന്ന അക്രഡിറ്റേഷൻ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മൊത്തം വരുന്ന 6 or 7 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മാക്സിമം വരുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ 3 സെക്ഷനുകളായിട്ടാണല്ലോ. ഫസ്റ്റ് സെക്ഷൻ ആതിര മിസ് എടുത്തു, പിന്നെ വാഹിദ മിസ്, പിന്നെ ഞാൻ, അങ്ങനെ 3 പേരും കൂടിയല്ലേ അവിടെ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുന്നതിന് ഇത്രയും പഠിച്ചാൽ നമുക്ക് ചിലപ്പോ 3 or 4 ക്വസ്റ്റ്യൻ ഒക്കെ മാക്സിമം വരുള്ളൂ. അതിലൊക്കെ ഇത് ഷുവർ തന്നെയാണ്. ഇന്ന് എന്തായാലും ചോദിക്കും. ഒരെണ്ണം ഇതിന്റെ എക്സ്പ്ലെയിൻ ചെയ്യാനും ഒരെണ്ണം നമുക്ക് അതിന്റെ അകത്ത് ഏതാന്ന്. അപ്പൊ ഇത് അത്രയും ക്വസ്റ്റ്യന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് പഠിക്കുക. COP3 എഴുതിയിട്ട് നേരെ ആംബുലൻസ് സർവീസിന് എഴുതി വെച്ചാൽ മതി. ഇടയ്ക്ക് നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ കിട്ടും. അല്ലാതെ ഫുള്ള് ഒരുമിച്ച് ഇരുന്ന് പഠിക്കാൻ നിൽക്കരുത്. ഇന്ന് പഠിച്ച അത്രയും ഇന്ന് തന്നെ തയ്യാറാക്കി വെക്കുക കേട്ടോ. COP3 എഴുതുക, ആംബുലൻസ് സർവീസിന് എഴുതി വെക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ അടുത്ത COP5 ഏതാ? കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ സർവീസ് ആണ് COP5 പറഞ്ഞത്. പിന്നെ അടുത്ത COP7 ക്ലിനിക്കൽ പ്രൊസീജിയറിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. സേഫ് ആയിട്ട് തന്നെ ക്ലിനിക്കൽ പ്രൊസീജിയർ പെർഫോം ചെയ്യണം, നിർവഹിക്കണം 7 പറയുന്നത്. 10 ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഏതാണ്? ഓർഗനൈസേഷൻ പ്രൊവൈഡ് ഒബ്സ്റ്ററ്റിക് സേഫ് ഒബ്സ്റ്ററ്റിക് കെയർ. പ്രസവ ചികിത്സ, സുരക്ഷിതമായിട്ടുള്ള ഒരു പ്രസവ ചികിത്സ നൽകുന്നു. 4 കിട്ടിയോ? 3, 5, 7, 10 പഠിച്ച ഇപ്പൊ തന്നെ. ഇനി ഒന്ന് എഴുതി വെച്ച എളുപ്പമായിരിക്കുമല്ലേ? COP10 എഴുതാം, ഒബ്സ്റ്ററ്റിക് കെയർ എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾ റെഗുലർ ആയിട്ട് അതൊന്ന് ഷോർട്ട് ചെയ്ത് എഴുതി വെച്ചേക്കണെന്ന് നോക്കുമ്പോ നിങ്ങൾക്ക് എക്സാമിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അടുത്തതാണ് 11 ആണ്. 11 പഠിക്കണം കേട്ടോ. 10ഉം 11ഉം പഠിക്കണം. ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് സേഫ് പീഡിയാട്രിക് സർവീസസ്. പീഡിയാട്രിക് എന്താ? പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പഠിച്ചല്ലേ? കുട്ടികള് അല്ലെ? കുട്ടികളുടെ ശിശുക്കളുടെ സെക്ഷനാണ്, ചൈൽഡ് ഇതാണ്. അപ്പൊ അത് ഓർഗനൈസേഷൻ സുരക്ഷിതമായിട്ടുള്ള ഒരു ചൈൽഡ് പീഡിയാട്രിക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. 11. അപ്പൊ 10ൽ ഒബ്സ്റ്ററ്റിക് പറഞ്ഞത്, 11ൽ പീഡിയാട്രിക് സർവീസ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് അല്ലേ? ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് അത്രയും പഠിച്ചാൽ മതി. അതിന്ന്
3, 5, 7, 10, 11. Okay. നമ്മൾ പറഞ്ഞ അത്രയിലാട്ടോ. 3, 5, 7, 10, 11. 10, 11. ഓക്കെ അല്ലേ ഇത്രയും? ഒന്ന് ഷോർട്ട് ചെയ്ത് എഴുതി വെച്ചാൽ മതി അത്. അപ്പൊ പിന്നെ നമുക്ക് ഫുള്ള് ബൈ ഹാർട്ട് ചെയ്യണ്ട. അടുത്ത് നോക്കിയേ, ഓക്കെ ആണ്. ഇനി നോക്കിയേ 13 എന്താ? അനസ്തേഷ്യ സർവീസ് ആ പറയുന്നത്. 13 കേട്ടോ. അനസ്തേഷ്യ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ ദ കൺസിസ്റ്റന്റ് ആൻഡ് സേഫ് മാനർ. അനസ്തേഷ്യ സർവീസ് എങ്ങനെ കൊടുക്കണം? സ്ഥിരമായിട്ടും അതുപോലെ തന്നെ സുരക്ഷിതമായ രീതിയിലും കേട്ടോ. നടപടിക്രമമായ സെഡേഷൻസ് കാര്യങ്ങള് അല്ലെ, അത് സ്ഥിരമായിട്ടും എന്താണ് സുരക്ഷിതമായ രീതിയിലും കൊടുക്കണം. സോറി 12 ഉണ്ട് കേട്ടോ, 12 പറഞ്ഞില്ല. Procedural sedation is provided consistently and safely. അതായത് സെഡേഷൻ നടപടിക്രമങ്ങളും സേഫ് ആയിട്ടും സുരക്ഷിതമായിട്ടും നടത്തണം, കൊടുക്കണം. ഇതാണ് 12. 13 അനസ്തേഷ്യ സർവീസ് പറയുന്നത്. അനസ്തേഷ്യ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ കൺസിസ്റ്റന്റ് ആൻഡ് സേഫ് മാനർ. സ്ഥിരമായിട്ടും തുടർച്ചയായ രീതിയിലും അനസ്തേഷ്യ സർവീസുകൾ സേഫ് ആയിട്ടും കൊടുക്കണം. സ്ഥിരവും സുരക്ഷിതമായ രീതിയിൽ അനസ്തേഷ്യ സർവീസുകൾ കൊടുക്കണം. COP 14 നോക്കിയേ, സർജിക്കൽ സർവീസസ് ആർ പ്രൊവൈഡഡ്. ഇതെല്ലാം സെയിം തന്നെയാണ്. ഇൻ എ കൺസിസ്റ്റന്റ് ആൻഡ് സേഫ് മാനർ. 14 കിട്ടോ? സർജിക്കൽ സർവീസസ് അത്രയും പഠിച്ചു വെച്ചാൽ മതി. 14 സർജിക്കൽ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ കൺസിസ്റ്റന്റ് ആൻഡ് സേഫ് മാനർ. സർജിക്കൽ സർവീസസ്. അടുത്ത നോക്കിയേ 15 ആണ് കേട്ടോ. COP 15. അതും കൂടി ഇതിൽ പഠിച്ചാൽ മതി. 15 കൂടി പഠിച്ചാൽ മതി കേട്ടോ. 14 15 കൂടി പഠിക്കണം. ബാക്കി നോക്കിയാൽ മതി. 15 നോക്കിയേ, ദ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം ഈസ് ക്യാരിഡ് ഔട്ട് സേഫ്ലി. ഇപ്പൊ നമുക്ക് എന്താ പറയാ, ആവശ്യമായിട്ടുള്ള ആളുകൾക്കൊക്കെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തൂലേ? ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അത് എങ്ങനെയാണ്? അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ എന്താണ് സേഫ് ആയിട്ട് നടത്തണം. Carried out safely. The organ transplant program is carried out safely. സുരക്ഷിതമായ രീതിയിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം നടപ്പിലാക്കണം. 14 15 കേട്ടോ. അത്രയും പഠിച്ചാൽ മതി നിങ്ങൾ അതിൽ നിന്ന് കേട്ടോ. COP-യില് 3 പഠിക്കണം, 5, 7, 10, 11, 14, 15. അത് ഷോർട്ട് ചെയ്ത് എഴുതി വെക്കാം. നിങ്ങൾക്ക് എന്താ പറയാ, ഓർക്കാൻ എളുപ്പമുള്ള രീതിയിൽ എഴുതി വെക്കാം. ഇപ്പൊ 15 ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം എഴുതി വെച്ചാൽ മതി. 14 എഴുതിയിട്ട് സർജിക്കൽ സർവീസ് എഴുതി വെച്ചാൽ മതി കേട്ടോ. അതപ്പോ ഇനിയിപ്പോ നമുക്ക് അടുത്ത ക്ലാസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ അത് പഠിച്ചു വെച്ചേക്കാം. പിന്നെ അടുത്ത സെക്ഷൻ 2 എടുക്കുമ്പോ അത് അന്നേരം അങ്ങ് പഠിച്ചു വെക്കാം കേട്ടോ. ഇത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് 2 മാർക്ക് എന്തായാലും ചോദിക്കുന്നതല്ലേ ഇത്. ഇത്രയും വലിയൊരു ചാപ്റ്റർ ആണ്. ഇത്രയും പഠിച്ചു വെച്ചാലേ നമുക്ക് അത് കിട്ടുള്ളൂ. അപ്പൊ അത് ഓപ്ഷൻ അവിടെ ഉണ്ടാവും. കറക്റ്റ് ആയിട്ട് ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. അതിനുള്ളൊരു കുഞ്ഞു സൂത്രപ്പണിയാണ് ഞാൻ പറഞ്ഞത്. ഷോർട്ട് ചെയ്ത് എഴുതി വെക്കാം. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ. അല്ലാതെ ഇത് ഫുള്ള് നിങ്ങൾ ഇരുന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. ഇത്രയില്ലേ. അടുത്ത നോക്കിയേ, COP 16 നോക്കിയേ. The organization identifies and manage patients who are at a higher risk of morbidity or mortality. Mortality എന്താ? മോർട്ടാലിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. എന്താണ്? മരണനിരക്ക് അല്ലെ, രോഗസാധ്യത. മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ രോഗസാധ്യത, മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മരണനിരക്ക്. രോഗസാധ്യത അല്ലെങ്കിൽ മരണനിരക്ക് കൂടുതലുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യണം? ആ ഒരു സ്ഥാപനം, അതായത് ഹോസ്പിറ്റലുകൾ തിരിച്ചറിയുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുക. അതാണ് COP 16. ഇതെല്ലാം കെയർ ഓഫ് പേഷ്യന്റിൽ വരുന്നതാണ് കേട്ടോ. Organization identifies and manage patients who are at a high risk of morbidity or mortality. അതായത് രോഗസാധ്യത അല്ലെങ്കിൽ എന്താ പറയാ, മരണസാധ്യത, രോഗസാധ്യത കൂടുതലുള്ള പേഷ്യൻസിനെ ഹോസ്പിറ്റല് ഐഡന്റിഫൈ ചെയ്യുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുക.
അടുത്ത് നോക്കിയേ COP17 എന്താ? പെയിൻ മാനേജ്മെന്റ് ഫോർ പേഷ്യന്റ് ഈസ് ഡൺ ഇൻ കൺസിസ്റ്റന്റ് ആൻഡ് കൺസിസ്റ്റന്റ് മാനർ. സ്ഥിരമായ രീതിയിൽ പെയിൻ മാനേജ്മെന്റ് പേഷ്യൻസിന് കൊടുക്കുന്ന പെയിൻ ഒരു വേദനയുടെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് സ്ഥിരമായ രീതിയിൽ സേഫ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുക എന്നുള്ളത്. പെയിൻ മാനേജ്മെന്റ് ഫോർ പേഷ്യൻസ് ഈസ് ഡൺ ഇൻ എ കൺസിസ്റ്റന്റ് മാനർ. സ്ഥിരമായ രീതിയിൽ കൊടുക്കുക. COP18 ആണ് rehabilitation services are provided to the patient in a safe, collaborative and consistent manner. Rehabilitation services, പുനരധിവാസ സർവീസുകൾ അത് എങ്ങനെ കൊടുക്കണം? പേഷ്യൻസിന് സേഫ്, സുരക്ഷിതമായിട്ട് കൊളാബറേറ്റീവ് സഹകരണത്തോടുകൂടി സ്ഥിരമായ രീതിയിൽ കൊടുക്കണം. സഹകരിച്ചും സ്ഥിരതയോടും കൂടി കൊടുക്കണം. റീഹാബിലിറ്റേഷൻ സർവീസസ്. Rehabilitation services are provided to the patient in a safe, എങ്ങനെ സുരക്ഷിതമായി, കൊളാബറേറ്റീവ് സഹകരണ മനോഭാവത്തോടു കൂടി ആൻഡ് കൺസിസ്റ്റന്റ് സ്ഥിരമായ രീതിയിലും കൊടുക്കണം. Then COP19 nutritional therapy is provided to the patient consistency and collaboratively. കണ്ടോ എങ്ങനെ കൊടുക്കണം? ന്യൂട്രീഷണൽ തെറാപ്പി ഒരു സ്ഥിരതയോടുകൂടി സഹകരണത്തോട് കൂടിയിട്ട് ന്യൂട്രീഷണൽ തെറാപ്പി പ്രൊവൈഡ് ചെയ്യണം. ആർക്ക്? ടു പേഷ്യൻസ്. Nutritional therapy is provided to patients എങ്ങനെയാ? consistency and collaboratively. Then last ആണ് COP20 end of life care is provided in a compassionate and considerate manner. കണ്ടോ എങ്ങനെയാ? end of life care, അതായത് ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അല്ലെ, രോഗമൊക്കെ വന്നു ലാസ്റ്റ് ഒരു സ്റ്റേജിലോ എത്തിയ ആളുകളില്ലേ, അവർക്ക് എങ്ങനെ കൊടുക്കണം എന്നാ പറഞ്ഞേക്കണേ? എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന കെയർ എങ്ങനെ കൊടുക്കണം? കമ്പാഷനേറ്റ് എന്ന് വെച്ചാൽ അനുകമ്പയോട് കൂടി ആൻഡ് കൺസിഡറേറ്റ് മാനർ. കണ്ടോ അവർക്ക് എന്താണ്? പരിഗണനയോട് കൂടിയും അനുകമ്പയോട് കൂടിയും ആ ലൈഫ് എൻഡ് ഓഫ് ലൈഫ് കെയർ പ്രൊവൈഡ് ചെയ്യണം. അതായത് എന്താ മരിക്കുമെന്ന് ഉറപ്പായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഇല്ലേ, അപ്പൊ അവരുടെ അവസാന നാളുകളിലൊക്കെ അവർക്ക് കൊടുക്കുന്ന കെയർ കുറച്ചും കൂടി എങ്ങനെയായിരിക്കണം? നല്ലൊരു അനുകമ്പയോട് കൂടിയും അവർക്ക് പരിഗണനയോട് കൂടിയും കൊടുക്കണം. അത്രയാണ് അതാണ് COP20 പറയുന്നത്. ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഒന്ന് ഷോർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമല്ലേ? ഒന്നിട്ട് പഠിച്ചില്ലെങ്കിൽ ഇത് ഫുള്ള് വിടണം, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ചെയ്ത് പഠിക്കണം. ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ നമുക്ക് അവിടെ. നമുക്ക് എങ്ങനെയായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഇതിന്ന്. ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ സെക്ഷനിൽ നിന്നല്ല ഇതിന്റെ കൂടുതൽ അങ്ങനെ ചോദ്യം കണ്ടിട്ടുള്ളത്. ഈ ലാസ്റ്റ് ഇത്രയും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓരോ സ്റ്റാൻഡേർഡുകളും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയായാലും നമുക്ക് 4 ക്വസ്റ്റ്യൻ എങ്ങനെയെങ്കിലും ഈ ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ഇത് വിടരുത് നിങ്ങൾ എന്തായാലും. അപ്പൊ അത് അങ്ങനെ ഷോർട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അത് നിങ്ങളൊന്ന് ഇന്ന് പഠിച്ചാൽ 2 നമ്മൾ പഠിച്ചുള്ളൂ. കെയർ ഓഫ് പേഷ്യന്റും AAC അല്ലെ, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ആ 2 നമ്മൾ ഇന്ന് നോക്കിയുള്ളൂ. അപ്പൊ അതിന്റെ നമ്മൾ ഇമ്പോർട്ടന്റ് അടയാളപ്പെടുത്തി തന്നത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തില് പറയണം. നിവേദിയ സുനില് റിപ്പീറ്റ് ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് 2 ഞാൻ ഒന്നുകൂടി പറയാം കേട്ടോ. ഫസ്റ്റത്തെ AACD ആട്ടോ, നമ്പർ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പഠിക്കേണ്ടത് 1, 2, 5, 6, 12, 13, 14 അത്രയും പഠിച്ചാൽ മതി. അതിന്റെ 12, 13, 14. ഓക്കെ. കെയർ ഓഫ് പേഷ്യന്റ് COP 3, 5, 7, 10, 11, 14, 15 അത്രയും പഠിച്ചാൽ മതി. 14, 15 ഇത്രയും ഇന്ന് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അടുത്ത മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. ഇതിൽ ഓരോ സ്റ്റാൻഡേർഡ്സും നമുക്ക് ഫുള്ള് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാറുണ്ട്.
അപ്പൊ അതിനനുസരിച്ച് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ ആ ഷോർട്ട് ചെയ്ത രീതി ഒന്ന് എഴുതി വെച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കാം എളുപ്പമാണോ പഠിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ബൈ.